അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാഹ് അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോ ആരാണോ 5 വഖത്ത് നിസ്കരിക്കുന്നത് അവര് നാളെ സ്വർഗത്തിൽ എൻ്റെ കൂടെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു 5 വഖത്ത് ആരൊക്കെ നിസ്കരിക്കുന്നവരുണ്ടോ അവർ നാളെ എൻ്റെ കൂടെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നിസ്കരിക്കാത്തത് ഒരു വലിയ പാപമായി പുതിയ തലമുറ കാണുന്നില്ല. അത് പാപമാണെന്ന് കള്ളുകുടിയും പെണ്ണുപിടിയും പലിശ തീറ്റി ഇതൊക്കെ പാപം. നിസ്കരിച്ചില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല തന്നെ. എന്തിനാ വെള്ളിയാഴ്ച പോയാൽ പോരെ? ജുമായ്ക്ക് മാത്രം പള്ളിയിൽ പോയാൽ പോരെ? എന്തിനാണ് രാവിലെ 4 മണിക്കും ഒക്കെ പോകുന്നത്? വല്ലപ്പോഴും സമയമുള്ളപ്പോൾ 1-2 വഖത്ത് മഗ്രിബ് ഇശായോ വല്ല സമയം കിട്ടുമ്പോൾ ഒന്ന് കയറി ഇറങ്ങിയാൽ മതി. ഈ പ്രായമുള്ളവർക്കും ഉസ്താദന്മാർക്കും പറഞ്ഞിട്ടുള്ളതല്ലേ ഇതൊക്കെ. നമുക്കിപ്പോൾ നമ്മൾ അടിച്ചു പൊളിക്കേണ്ടവർ യുവത്വം അല്ലേ, അത് പൊളിക്കാനുള്ളത് ഇങ്ങനെ നടക്കാം. ഇപ്പം വേണമെങ്കിൽ ചോദിക്കുക, എന്തേ ഉസ്താദെ പള്ളിയിൽ പോയാലും എവിടെ പോയാലും നിസ്കാരം ഉസ്താദന്മാർക്ക് വേറെ വിഷയമൊന്നുമില്ലേ? എന്ന് നോക്കിയാലും നിസ്കാരം, ഇതല്ലാതെ വേറെ ഒന്നുമില്ലേ? പിന്നെ എന്തിനെ കുറിച്ച് പറയണം സഹോദര? പിന്നെ നിസ്കാരമല്ലാതെ എന്തേ പറയണ്ടേ? മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹ് പിടിച്ച് തൊണ്ടക്കുഴിയുടെ ഭാഗത്തേക്ക് കടന്നു വന്നപ്പോൾ മുത്തി നബിയുടെ ചുണ്ടനങ്ങി. അള്ളാഹുവെ ചെവി കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ അള്ളാൻ്റെ റസൂല് കള്ളു കുടിക്കരുതെന്നല്ല പറഞ്ഞത്, വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞത്, പലിശ തിന്നരുതെന്നല്ല പറഞ്ഞത്, ഹജ്ജിന് പോകാനല്ല പറഞ്ഞത്, ഉംറയ്ക്ക് പോകാനല്ല പറഞ്ഞത്, പള്ളി കെട്ടി കൊടുക്കാനല്ല പറഞ്ഞത്, സലാത്ത് പറയാനല്ല പറഞ്ഞത്, സദഖ കൊടുക്കാനല്ല പറഞ്ഞത്. മുത്തുനബി പറഞ്ഞ എന്തെന്നറിയുവോ? സഹാബ, ഉമ്മത്തി, നിസ്കാരത്തിൻ്റെ കാര്യം മറക്കരുത് കേട്ടാ. ആ മരിക്കുന്ന സമയത്ത് പോലും, റൂഹ് പിടിക്കുന്ന സമയത്ത് പോലും മുത്തുനബി എന്നെയും നിങ്ങളെയും വിളിച്ചിട്ട് പറഞ്ഞത് നിസ്കാരത്തിൻ്റെ കാര്യം നിങ്ങൾ മറന്നു പോകരുത്, ഉപേക്ഷിക്കരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ റക്കപ്പറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ആ മരണത്തിൻ്റെ വേളയിൽ പോലും ഇത് പറയണമെങ്കിൽ ആ നിസ്കാരത്തിന് എന്തോ മഹത്വമില്ലേ? അതില്ലെങ്കിൽ മുത്തുനബി അത് പറയുമായിരുന്നോ? ആ മരണത്തിൻ്റെ വേളയിൽ പോലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനേക്കാളും മഹത്വമുള്ള വേറെ എന്തേ പറയണ്ടേ? നമുക്കത് നിസ്സാരം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയുടെ ചാരത്തായി സഹാബി കിടക്കുന്നേ. ഇന്നും മദീനത്ത് ചെന്നാൽ കാണാം 2 പേര് വലത്തും ഇടത്തും കിടക്കുന്നുണ്ട്. അവിടെ കിടക്കുന്ന ഈ സഹാബി പറയുകയാ, കാരണമില്ലാതെ ഒരു വഖത്ത് നിസ്കാരം ഏതെങ്കിലും ഒരു മനുഷ്യൻ ഖള ആക്കിയാൽ അവൻ ഇസ്ലാമിന് പുറത്തായി പോകും, കാഫിറായി പോകുമെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. ഒരു വഖത്ത് നിസ്കാരം അറിഞ്ഞുകൊണ്ട് കാരണമില്ലാതെ മുടക്കി കഴിഞ്ഞാൽ അവൻ കാഫിറായി പോകുമെന്ന് പറഞ്ഞാൽ ഇന്ന് എത്ര മുസ്ലിമീങ്ങൾ കാണും? മുസ്ലിം എന്ന് പറഞ്ഞിറക്കണ എത്ര പേര് കാണും? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞു, കാരണം എന്താ? കാരണം നിസ്കാരം മുടക്കാൻ പറ്റുന്ന കാരണം എന്താ? നമ്മുടെ താത്താമാര് വിചാരിച്ചിരിക്കുന്നത്, സിറാജ് ഉസ്താദെ മീൻ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുളിച്ചാലേ നിസ്കരിക്കാൻ പറ്റൂ, അടുക്കളയിൽ കയറി ശരീരം വിയർത്താൽ പിന്നെ കുളിച്ചാലേ നിസ്കരിക്കാൻ പറ്റൂ, കിളയ്ക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ കുളിച്ചാലേ നിസ്കരിക്കാൻ പറ്റൂ. ഇതൊക്കെ ആരാ പറഞ്ഞെന്നേ? ഇതൊക്കെ ആരാ പറഞ്ഞേ? കാരണമെന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, നമ്മളിൽ പലരുടെയും വീടിൻ്റെ അകത്ത് രോഗം പിടിച്ച് കിടക്കുന്നവരുണ്ട്. അള്ളാഹു അവർക്ക് ശിഫ കൊടുക്കുമാറാകട്ടെ. ഈ രോഗം പിടിച്ചിട്ട് ചിലപ്പോൾ നിന്റെ വാപ്പായ്ക്ക് എഴുന്നേക്കാൻ പറ്റൂല, ഒരാളുടെ സഹായമില്ലാതെ ബാത്റൂമിൽ പോകാൻ പറ്റൂല. ഇങ്ങനെ കിടക്കണ ഈ വാപ്പായ്ക്കും ഉമ്മായിക്കും നിസ്കാരം നിർബന്ധമുണ്ടോ? ഇല്ലേ? നിസ്കാരം നിർബന്ധമുണ്ടോ? നമ്മുടെ കാര്യം പോകട്ടെ, ഈ രോഗം പിടിച്ച് കിടക്കുന്നവർക്ക് നിസ്കാരം നിർബന്ധമുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ദീൻ പഠിപ്പിക്കുന്നത് എന്ത്? നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരിക്കണം, ഇരുന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ കടന്ന് നിസ്കരിക്കണം. ഫിഖഹിന്റെ പണ്ഡിതന്മാർ പറയുന്നു, കടന്നു നിസ്കരിക്കാൻ പറ്റാത്തവൻ കൈകാലുകൾ അനക്കിയിട്ട് നിസ്കരിക്കണം, അതിനു പറ്റാത്തവൻ ഹൃദയം കൊണ്ട് നിസ്കരിക്കുന്നവനെ പോലെ ചിന്തിച്ച് നിസ്കരിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പം മരിക്കാൻ കിടക്കുന്ന മനുഷ്യനും നിസ്കാരം നിർബന്ധമാണ്. മരിക്കാൻ കിടക്കുന്ന മനുഷ്യനും 5 വഖത്ത് നിസ്കാരം നിർബന്ധമാണ്. പക്ഷെ നമുക്ക് എന്ത് രോഗമാവാപ്പാ? നമുക്ക് എന്താ ചെറുപ്പക്കാരെ, എന്ത് അസുഖത്തിൻ്റെ പേരിലാ ഞാനും നിങ്ങളും നിസ്കാരം മുടക്കുന്നത്? നിസ്കാരം അത്ര നിസ്സാരമായിട്ടുള്ള കാര്യം, കളിയും ചിരിയൊന്നുമല്ല.
നമസ്കാരം അങ്ങനെ കളിയാക്കി കളയേണ്ട കാര്യമല്ല. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്തു. ആ ഹജ്ജ് ചെയ്തിട്ട് അവസാനം അവിടുന്ന് വിടവാങ്ങുകയാണ്. അവസാനം അവിടുന്ന് കഅബയിൽ നിന്ന് പിരിയുമ്പോൾ ആ കഅബാലയത്തിൻ്റെ മുറ്റത്ത് നിന്നുകൊണ്ട് പടച്ച റബ്ബിൻ്റെ ദർബാറിലേക്ക് തൻ്റെ ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അല്ലാഹുവിനോട് ദുആ ചെയ്ത ദുആ എന്തെന്നറിയുമോ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ശഹാദതൻ ഫീ സബീലിക വ മൗതതൻ ഫീ ബലദി നബിയിക. അവിടുന്ന് പടച്ചവനോട് ദുആ ചെയ്യുകയാണ്. ഈ ദുആ കേട്ടപ്പോഴാണ് സ്വഹാബികൾ കണ്ണുതള്ളി നിന്ന് പോയത്. അവിടുന്ന് പറഞ്ഞു, അല്ലാഹ് എനിക്ക് ഷഹീദായി മരിക്കണം തമ്പുരാന്, എനിക്ക് ഷഹീദായി മരിക്കണം തമ്പുരാന്. എവിടെ കിടന്ന്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ നാട്ടിൽ കിടന്ന് മരിക്കണം തമ്പുരാന്. ഇത് വല്ലാത്ത ഒരു മോഹമായിരുന്നു, നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമല്ല. സ്വഹാബികൾ അത്ഭുതപ്പെട്ടു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നാട്ടിലേക്ക് വന്നു, മദീനത്ത് വന്നു. ഖലീഫയാണല്ലോ. അല്ലാഹുവേ, ജുമഅക്ക് വെള്ളിയാഴ്ച പള്ളിയിൽ കയറി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഖുതുബയിൽ അവിടുന്ന് പറഞ്ഞു, സ്വഹാബാ ഊസിയക്കും ബിത്തഖ്വല്ലാഹ്. അവിടുന്ന് തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്തു. അവിടുന്ന് തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്തു. എന്നിട്ട് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞു, എനിക്ക് പോകാ സമയമായി, എൻ്റെ മരണമെടുത്തു സ്വഹാബാ. അടയാളങ്ങൾ കണ്ടു തുടങ്ങി സ്വഹാബാ. പടച്ചവനെ അവിടുന്ന് സ്വലാം പറഞ്ഞു പിരിഞ്ഞു. അസർ നിസ്കരിച്ചു, മഗ്രിബ് നമസ്കരിച്ചു, ഇശാ നമസ്കരിച്ചു, തൻ്റെ വീട്ടിൽ പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം ശനിയാഴ്ച രാവിലെ അസ്വലാത്തു ഖൈറും മിനൻ നവൂം. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ ശബ്ദം കേട്ടു. എല്ലാവരും പള്ളിയിലേക്ക് കടന്നു വന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഖലീഫയാണല്ലോ. ഇഖാമത്ത് കൊടുത്തു, ഇമാമായി കയറി നിന്നു. സുബഹിക്ക് നമസ്കാരത്തിന് കൈകെട്ടി അവിടുന്ന് ഫാത്തിഹ ഓതി. സൂറത്ത് യൂസുഫാണ് ഓതുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് യൂസുഫ് ഓതി നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. നൂറുകണക്കിന് സ്വഹാബാക്കൾ പുറകിൽ നിന്ന് നമസ്കരിക്കുകയാണ്. അങ്ങനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു കടാരയുമായി ഒരു ശത്രു കടന്നു വരികയാ. അബൂലുൽ എന്ന് പറയുന്ന മജൂസിയായ മനുഷ്യനുണ്ടല്ലോ, വിഷം കടർത്തിയ കടാരയുമായി അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് കടന്നു വന്നു. ഇമാമത്തായി നിൽക്കുന്ന മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പള്ളിയിലെ ഇമാമിന്റെ അടിവയറ്റിലേക്ക് അവിടുന്ന് കത്തിയങ്ങ് കുത്തിക്കേറ്റുകയാണ്. പിന്നെയും ഊരി കുത്തി ഉമർ തങ്ങളെ കുത്തുകൊണ്ടിട്ട് പിടയുകയാ. ഈ മനുഷ്യൻ ഇറങ്ങി ഓടുമ്പോ അതാ നമസ്കരിച്ചു കൊണ്ടിരുന്ന സ്വഹാബത്ത് അവരിൽ പലരെയും കുത്തി മലർത്തികെട്ടാണ് പോയത്. 6 or 7 സഹാബാക്കൾ പിടയുകയാ. എൻ്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അതാ മുന്നിൽ നിൽക്കുന്ന ഇമാമിനെ കുത്തി മലർത്തി തൻ്റെ ചാരത്ത് നമസ്കരിച്ചു കൊണ്ടിരുന്ന 7 പേര് അല്ലാഹുവേ മരണത്തോട് കിടന്നു മല്ലടിക്കുകയാ. ആ സമയത്ത് അല്ലാഹുവിന്റെ പള്ളിയിൽ ആരംഗം കണ്ടുകൊണ്ടിരുന്ന സ്വഹാബത്തുണ്ടല്ലോ, ആരും നിലവിളിച്ചില്ല, ഒരാളും കൈയടിച്ചില്ല, ഒരാളും ജീവനം കൊണ്ടോടിയില്ല. ആ നിന്ന നിൽപ്പിൽ നിന്ന് ഒരാൾ പോലും മനങ്ങിയില്ല. കാരണം എന്തെന്നറിയുമോ? അവരെവിടെയാ നിൽക്കുന്നത്? അവരാരുടെ മുന്നിലാ നിൽക്കുന്നത്?
പറയുന്നത്, ഈ പ്രപഞ്ചം മുഴുവന് വടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബിന്റെ മുന്നിൽ നിൽക്കുന്നവരാ. അവര് കൈകെട്ടിയിട്ട് പറഞ്ഞത് വെറുതെയല്ല. ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ വമമാതി. അവര് വെറുതെ നാവ് കൊണ്ട് പറഞ്ഞതല്ല, അവര് ഹൃദയം കൊണ്ട് ഉറപ്പിച്ചു പറഞ്ഞതാ. അല്ലാഹുവേ, നീയാണ് ഞങ്ങളുടെ റബ്ബ്, എന്റെ ജീവിതവും എന്റെ മരണവും നിനക്കാ അല്ലാഹ്. ഒരാൾ പോലും പതറിയില്ല, എല്ലാവരും അതേ നിൽപ്പ്. ഉമർ തങ്ങളെ പിടഞ്ഞ് വീഴുമ്പോ അവിടെന്ന് വിളിച്ചു പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സഹാബാ, ആരെങ്കിലും കേറി നിൽക്കു സഹാബാ. ഉമർ തങ്ങൾ സൂചന കൊടുത്തു. അതാ തന്റെ പുറകിൽ നിൽക്കുന്ന സ്വഹാബികളിൽ നിന്ന് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു മുന്നോട്ട് കേറി നിന്നു. ഇമാമ് നിന്ന സ്ഥലത്തേക്ക് മഹാനബികൾ അവിടെ നിന്ന് കേറി നിന്നു. നിസ്കാരം തുടരുകയാ, നിസ്കാരം തുടരുകയാ. ആ സ്വഹാബിയുടെ കാലിന്റെ ചുവട്ടില് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. നിങ്ങൾ ചിന്തിക്ക്, പള്ളിക്കകത്ത് നമസ്കരിച്ചുകൊണ്ടിരുന്നപ്പോ ഒരുത്തം പള്ളിക്കകത്ത് വന്നിട്ട് ഇമാമിന്റെ അടിവയറ്റിലേക്ക് കുത്തിക്കേറ്റി ഇറങ്ങിപ്പോകുന്ന വഴിയിൽ നമസ്കരിച്ചു കൊണ്ടിരുന്ന 6-7 പേരെയും കുത്തിയിട്ട് ഇറങ്ങിപ്പോയി. നമ്മളാണെങ്കിൽ ചിന്തിച്ചു നോക്ക്. അല്ലാഹു അഅലം. എന്നാൽ ഒരാൾ പോലും ആ നിൽക്കുന്ന നിൽപ്പിൽ നിന്ന് അനങ്ങിയില്ല. അതേ നിൽപ്പ്. കണ്ണിന്റെ മുന്നിൽ ഒരാൾ കിടന്ന് മരണവിപ്രാളത്തിൽ പിടയുകയാ ഉമർ തങ്ങൾ. ഒരാൾ പോലും അനങ്ങിയില്ല, അങ്ങനെ തന്നെ കൈകെട്ടി നിന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഇമാമ് സൂചന കൊടുത്തു, എനിക്ക് വയ്യ, ആരെങ്കിലും ഒന്ന് കയറി നിൽക്കുക. അല്ലാഹു അക്ബർ. മഹാനായ അവിടുന്ന് സഹാബി കയറി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അതേ സ്ഥലത്തേക്ക് കയറി നിന്നപ്പോൾ ആ മഹാന്റെ കാലിൻ്റെ ചുവട്ടിൽ ആ ഉമർ തങ്ങൾ കിടന്ന് പിടയുന്നേ. ആ മഹാന്റെ കാലിൻ്റെ ചുവട്ടിൽ രണ്ടാമത്തെ ഖലീഫ മരണത്തോട് മല്ലടിക്കുക. എന്നിട്ടും കൈയഴിച്ചില്ല സഹോദര. അവിടെ നിന്ന് നിസ്കരിച്ചു, നിസ്കാരം പൂർത്തീകരിച്ചു. അതാ നിസ്കാരം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിസ്കാരം കിട്ട് പൂർത്തീകരിച്ചു, സലാം വീട്ടി. എല്ലാവരും കൂടെ ഓടിക്കൂടി. ഉമർ തങ്ങൾ ബോധം കെട്ട് കിടക്കുക, രക്തം ഇങ്ങനെ ഒഴുക, വായിലൊഴിക്കുന്ന വെള്ളം അടിവയറ്റിലൂടെ പോകും. അങ്ങനത്തെ ഉമർ തങ്ങൾ ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുക. എല്ലാവരും കൂടിയിട്ട് വിളിക്കുക, അള്ളാഹുവെ മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ഉപദേശം നൽകിയാലോ. എല്ലാവരും വിളിച്ചു, എഴുന്നേക്കണില്ല. ആ സമയത്ത് പള്ളിക്കകത്ത് മകനിരിക്കുന്നുണ്ട്, ഉമർ തങ്ങളുടെ മോൻ. ഉമർ തങ്ങളുടെ പൊന്നുമകൻ പള്ളിക്കകത്തുണ്ട്. എത്ര വിളിച്ചിട്ടും തൻ്റെ വാപ്പ എഴുന്നേക്കാതെ വന്നപ്പോൾ മകനൊരു വഴി പറഞ്ഞു കൊടുക്കുക. എൻ്റെ വാപ്പ എഴുന്നേക്കണമെങ്കിൽ ഞാനൊരു വഴി പറയാം. സഹാബ, എൻ്റെ വാപ്പ എഴുന്നേക്കണോ, എൻ്റെ വാപ്പാടെ ബോധം തിരിച്ചു വരണോ, ഞാനൊരു വഴി പറയാം. എൻ്റെ ഉപ്പാടെ ചെവിയിൽ ആരെങ്കിലും നിസ്കരിക്കാൻ സമയമായി എന്നൊന്ന് പറയാൻ. എൻ്റെ വാപ്പാടെ ചെവിയിൽ നിസ്കരിക്കാൻ സമയമായി എന്നൊന്ന് പറഞ്ഞു നോക്കാൻ പറഞ്ഞു. അല്ലാഹുവേ, ഒരു സഹാബി ഉമർ തങ്ങളുടെ ചെവിയിൽ പറഞ്ഞു, ഉമറേ, നിസ്കരിക്കാൻ സമയമായി. അല്ലാഹുവേ, നിസ്കാരമെന്ന് കേൾക്കുമ്പോൾ മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഞെട്ടി അങ്ങോട്ട് ഉണർന്നു. നമസ്കാരം എന്ന് കേട്ടതും അവിടെ നിന്ന് പടച്ചവനെ മരണപ്രാളത്തിലും ചാടി അങ്ങോട്ട് ബോധം അങ്ങോട്ട് തിരിച്ചു വന്നു. ഉമർ തങ്ങൾ ആദ്യം ചോദിച്ചത്, നിസ്കരിച്ചോ സഹാബ? നിസ്കാരം പൂർത്തീകരിച്ചോ സഹാബ? സ്വീകരിച്ചു, അൽഹംദുലില്ലാ. മുസ്ലിമാണോ കുത്തിയത്? അല്ല, അൽഹംദുലില്ലാ. മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഇതിനാ നിസ്കാരം എന്ന് പറയാ, ഇതിനാ നിസ്കാരം എന്ന് പറയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തിൽ പോകണമെങ്കിൽ 50 വക്കത്തൊന്നും വേണ്ട. സ്വർഗത്തിൽ പോകണമെങ്കിൽ 1 വക്കത്ത് നിസ്കരിച്ചാൽ മതി. 1 വക്കത്ത് നിസ്കാരം മതി സ്വർഗത്തിൽ പോകാൻ. മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾ നമസ്കരിക്കാൻ കൈകെട്ടി സലാം വീട്ടി കഴിയുമ്പോൾ ഒന്നുകിൽ അവൻ സ്വർഗത്തിൽ, അല്ലെങ്കിൽ അവൻ നരകത്തിൽ സീറ്റ് ഉറപ്പിച്ചു എന്ന് നബി മുഹമ്മദ് മുസ്തഫ മുത്തിനബി പറയുകയാ. നാളെ സുബഹി നിസ്കരിക്കാൻ ഞാനും നിങ്ങളും നിസ്കാരപ്പായിൽ ചെന്ന് നിന്ന് കൈകെട്ടികെട്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ സലാം അങ്ങോട്ട് വീട്ടുമ്പോൾ ഒരു മലക്കെന്നെ പിടിച്ചിട്ട് പറയും, സിറാജേ, നീ സ്വർഗത്തിന്റെ അവകാശിയാടാ, നിന്റെ പേര് സ്വർഗത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്, നീ സ്വർഗത്തിന്റെ അവകാശിയാ, ഈ പോകുന്ന വഴിയിൽ നീ മരിച്ച സ്വർഗത്തിലാ, പൊക്കോ, എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറയും.
ഇനി എൻ്റെ നിസ്കാരം ശരിയായില്ലെങ്കിൽ മലക്ക് പറയും, എടാ നശിച്ചു പോയവനെ, എടാ അള്ളാടെ സ്വർഗം കളഞ്ഞല്ലോടാ നഷ്ടവാളി, നരകത്തിൻ്റെ മുന്നിൽ നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്, ലുഹറിന് മുമ്പ് നീ തൗബ ചെയ്യാതെ മരിച്ചുപോയ നരകത്തിലാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വഅലുകൾ എന്തേപ്പാ കേട്ടിട്ട് നന്നാകാൻ പറ്റാത്ത? എല്ലാവരും പ്രഭാഷണങ്ങളും എന്തെല്ലാം കാര്യങ്ങൾ ഞാനും നിങ്ങളും കേൾക്കുന്നു. പണ്ടത്തെ പോലെ അല്ലല്ലോ, ആരുടെ മൊബൈൽ എടുത്ത് നോക്കിയാലും വാഴുന്നുണ്ട്. ഇല്ല, ഏതെങ്കിലും ഒരു ഉസ്താദിൻ്റെ പ്രസംഗം, ഒരു മിനിറ്റെങ്കിലുമുള്ള പ്രസംഗം എല്ലാ ആണിൻ്റെയും പെണ്ണിൻ്റെയും മൊബൈലിലുണ്ട്. ഇന്ന് പലരും ഉറങ്ങുന്നത് തന്നെ വയത് കേട്ടിട്ടാണ്. അതല്ലേ പറയുന്നത്, ഉസ്താദ് നിങ്ങളുടെ വയത് കേട്ടിട്ടാണ് ഞാൻ ഉറങ്ങുന്നത്. ഇന്ന് വയത് കേട്ടിട്ട് തന്നെ ഉറങ്ങുന്ന ഒരു സാഹചര്യം. ഇത്രയ്ക്കും എല്ലാവരും വയലുകൾ കേട്ടിട്ടും എന്ത് നന്നാകാൻ കഴിയാത്തത്? വാപ്പ ചോദിക്കുക, എന്തേ ഉസ്താദ് എൻ്റെ മോൻ ഇങ്ങനെ ആയിപ്പോയത്? അത് ഞങ്ങളോടല്ല വാപ്പ ചോദിക്കണ്ടേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര നന്മ കേട്ടാലും നിങ്ങൾ ചിന്തിക്ക്, സ്വന്തം വാപ്പ ക്യാൻസർ പിടിച്ച് കിടക്കുന്ന വാപ്പ, കിഡ്നി തകർന്ന് കിടക്കുന്ന വാപ്പ, ഒരു സൈഡ് തളർന്ന് കിടക്കുന്ന വാപ്പ വീടിൻ്റെ അകത്ത് കട്ടിലി ഇരുന്ന് നിസ്കരിക്കുന്നത് മക്കൾ കാണും. എന്നാലും നമ്മൾ നിസ്കരിക്കൂല. ഈ വാപ്പായ്ക്ക് ഒതുവെടുപ്പിച്ച് കൊടുക്കുന്നത് ആരാ? ഉമ്മ. വാപ്പ നിസ്കരിക്കുന്നത് ഉമ്മ കാണും, എന്നാലും ഉമ്മ അവിടെ കിടന്നുറങ്ങും, നിസ്കരിക്കൂല. എന്തുകൊണ്ട് സഹോദര? നമ്മുടെ ഹൃദയം ഇത്ര കല്ല് പോലാകാൻ കാരണമെന്തേ? നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് നന്മ ഇറങ്ങാത്തതിൻ്റെ കാരണമെന്തേ? ഞാനൊരു ചരിത്രം പറയാം. ഇമാം റാസി തങ്ങൾ തൻ്റെ തഫ്സീറിൽ ഈ ചരിത്രം പറയുന്നുണ്ട്. ഈ ചരിത്രം അങ്ങോട്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ ഹൃദയം